അല്ലെ 2025 പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പ്രകാരം ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഞാൻ ഈ 28 പേജുകളിൽ നമ്മൾ വായിക്കുമ്പോഴേ കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 2-3 വിഷയങ്ങൾ ഒരു പരിധി വരെ 2018 ഡയഗ്നോസ് ചെയ്യുകയും അക്കാഡമിക മികവിനോടൊപ്പം സബ്ജക്റ്റിൽ അതായത് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ചില പ്രവർത്തിക്കുന്ന ആളുകൾ, വിശേഷിച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ അത് അത്തരം എക്സ്പെർട്ടൈസിനെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു പ്രൊവിഷൻ ചേർത്ത് വെച്ച് കഴിഞ്ഞു. മറ്റൊന്നും തന്നെ കാര്യമായ ഇവിടെ ശശികുമാർ സാറ് ഉന്നയിച്ച അവസാനം പറഞ്ഞ ആ അപ്ലിക്കേഷന് അത് ശരിയല്ല. കാരണം ഞാൻ അതില് ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ തന്നെ എക്സ്പെർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ട്രാക്ക് റെക്കോർഡ് ഓഫ് അക്കാഡമിക് ആൻഡ് സ്കോളർലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ 10 വർഷത്തെ പ്രൊഫസർഷിപ്പ് ആണ് അടിസ്ഥാന യോഗ്യത ആയിട്ട് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിലും പറയുന്നത് എങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ പൊതുഭരണ രംഗത്തും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പ്രാഥമിക തെളിയിച്ചവരും എന്നാൽ അവർക്ക് അക്കാഡമിക രംഗത്ത് കോൺട്രിബ്യൂഷൻ ചെയ്തവർ വേണമെന്നതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. റെക്കോർഡ് ഓഫ് അക്കാഡമിക് ആൻഡ് സ്കോളർലി കോൺട്രിബ്യൂഷൻ, അതായത് സ്കോളർലി ആയിട്ടുള്ള അക്കാഡമിക് കോൺട്രിബ്യൂഷൻ നടക്കുന്ന സിവിൽ സർവീസ് IAS ഉൾപ്പെടെയുള്ള ആളുകൾ. ഉദാഹരണത്തിന് കേരളത്തിലെ വൈസ് ചാൻസലർമാരായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ശ്രീ ഹബീബ് മുഹമ്മദ് IAS. അദ്ദേഹം IAS കാരനാണ്, ബീഹാർ ഫെഡറൽ IAS കാരനായിരുന്നു. അതേസമയത്ത് തന്നെ അദ്ദേഹം അക്കാഡമിക് രംഗത്തും ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ്. അതുപോലെ TN ജയചന്ദ്രൻ, അദ്ദേഹം IAS ആണ് ബേസിക്കലി, പക്ഷെ അദ്ദേഹവും വൈസ് ചാൻസലർ എന്ന തലത്തില് സാഹിത്യ മണ്ഡലത്തില് സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞിരുന്നവരാണ്. പക്ഷെ 2018 റെഗുലേഷൻ പ്രകാരം അത്തരം വ്യക്തിത്വങ്ങൾക്ക് വരാൻ കഴിയില്ല. യഥാർത്ഥത്തില് നിലവിലുണ്ടായിരുന്ന ഒരു പ്രൊവിഷനെ പുനഃസ്ഥാപിക്കാൻ കൂടെ ചെയ്തു. അതുകൊണ്ട് ശശികുമാർ സാറ് പറഞ്ഞ അപ്രിഹെൻഷൻ ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇവിടെ ബിവറേജ് കോർപ്പറേഷനോ അങ്ങനെ ഒരു കമ്പനിയോ എന്നുള്ള വിഷയമല്ല വരുന്നത്. നമ്മുടെ സിവിൽ സർവീസിൽ നിൽക്കുന്ന വളരെയധികം ഭരണ മികവുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അവർ അതേസമയം തന്നെ ഇപ്പൊ തന്നെ കേരളത്തിൽ പല വൈസ് ചാൻസലർമാരുടെ ഉത്തരവാദിത്വം വഹിച്ചിരുന്നു. അതേസമയം IAS കാരായിട്ടുള്ള ശ്രീ അശോകിനെ പോലെയുള്ള ആളുകളുണ്ട്. വളരെ ഞാൻ അദ്ദേഹവുമായിട്ട് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരം മികവുറ്റവർ, അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് expert of administration with a track record of academic and scholarly contribution along with their public administration അല്ലെങ്കിൽ പൊതുരംഗത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പരിചയം എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം മികവുറ്റ വൈസ് ചാൻസലർമാര് നമ്മളുടെ കാളീശ്വരൻ രാജിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഒരു കേരളത്തിലെ വൈസ് ചാൻസലർമാരായിരുന്നു. ക്ഷമിക്കണം, കാളീശ്വരൻ രാജാണെന്ന് എനിക്കറിയില്ല. ശശികുമാർ സാറിന് വേണമെങ്കിൽ തിരുത്താൻ കഴിയും. നമ്മുടെ അഗ്രികൾച്ചർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അതുപോലെ സിവിൽ സർവീസിൽ നിന്ന് വന്ന് കേരളത്തിൽ നല്ല മികവുറ്റ ഭരണം നടത്തിയ വൈസ് ചാൻസലർ വേണ്ട. അത്തരം ആളുകളെ കൂടെ വരാൻ കഴിയും. മറ്റൊന്ന്, ഇതിൽ ഫെഡറലിസവുമായിട്ടോ ഗവർണറുമായിട്ടോ ഒന്നും പറയുന്നില്ല. ഇവിടെ നേരത്തെ പ്രിയേഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ പറയുന്നത് ചാൻസലർ എന്നേ പറയുന്നുള്ളൂ. നിലവിലെ കേരളത്തിലെ സർവകലാശാലകളിൽ നിലവിലുള്ള, അതായത് ഈ കഴിഞ്ഞ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്ട് പാസ്സാകാത്ത അല്ലെങ്കിൽ ഗവർണർ ഒപ്പിടാത്ത ഒരു ആക്ട് ഉണ്ടല്ലോ, അതല്ല ഞാൻ ആ ഡ്രാഫ്റ്റ് അല്ല ഉദ്ദേശിച്ചത്. നിലവിലുള്ള കേരളത്തിലെ സർവകലാശാല ആക്ടിൽ എങ്ങനെയാണോ പറയുന്ന അതേ തരത്തിലാണ് 3 നോമിനികളെയും വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാൻ ഇതിനകത്തും പറയുന്നത്. അതിൽ ഒന്ന് UGCയുടെ നോമിനി വരും, ഒന്ന് ചാൻസലറുടെ ആണ്, ഗവർണറുടെ അല്ല, പ്രത്യേകം ഓർക്കണം. ചാൻസലറുടെ നോമിനിയാണ്. അത് ഇന്ത്യയിലെ സർവകലാശാല എല്ലാം ചാൻസലർ, ബഹുഭൂരിപക്ഷം സർവകലാശാലയും ഗവർണറാണ്. പക്ഷെ കേരളത്തില് ഈ കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ അവര് മുൻകാലങ്ങളിൽ ചെയ്യാത്ത തരത്തിലേക്ക് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള അവരുടെ നോമിനികളായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ അതിൽ ചില ആളുകളെ കോടതി തന്നെ പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ടായി. സുപ്രീം കോടതി വരെ കേസ് പോവുകയുണ്ടായി അപ്പോയിന്റ്മെന്റ്. അപ്പൊ എല്ലാ വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റും വളരെയധികം ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിച്ച സാഹചര്യത്തിലാണ് ഗവർണറുടെ ഇടപെടലുണ്ടാകുന്നത്. അപ്പൊ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിലവിലുള്ള നിയമം അതേപടി തുടരുകയാണ് ഇവിടെ ചെയ്തത്. UGCയുടെ നോമിനി, ചാൻസലറുടെ നോമിനി, ഒപ്പം തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അതായത് യൂണിവേഴ്സിറ്റിയുടെ നോമിനി. അപ്പൊ ഇതിൽ യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടത് പ്രിൻസിപ്പൽ, നേരത്തെ പ്രിയേഷ് സൂചിപ്പിക്കേണ്ടത് പ്രിൻസിപ്പൽ അപ്പോയിന്റ്മെന്റിന് നിലവിലെ കേരളത്തിലെ മാനേജ്മെന്റുകൾ, നമ്മുടെ കേരളത്തിലെ ജാതി മത മാനേജ്മെന്റുകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സാധാരണ ഇതിൽ പ്രിൻസിപ്പൽമാരാകുക.
മിക്കവാറും നമ്മളൊരു ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ അവർക്കൊരു നിയന്ത്രണം വരും. കാരണം പ്രിൻസിപ്പൽമാരെ 5 വർഷത്തേക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ കോമ്പറ്റീഷനിലൂടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ചില വിദഗ്ധരെ നമുക്ക് പ്രാക്ടീസിങ് എന്നുള്ള ചെയ്യുന്ന തലത്തിൽ ചെയ്യുന്ന ആളുകളെ, മികവുറ്റ ആളുകളെ അക്കാഡമിക് രംഗത്ത് അവരുടെ സേവനങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ തന്നെ IIT പോലുള്ള സ്ഥാപനങ്ങളിൽ, IIM പോലുള്ള സ്ഥാപനങ്ങളിൽ അത്തരം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അത്തരം എക്സ്പെർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2018 റെഗുലേഷൻ പ്രകാരം ഭൂരിപക്ഷവും നമ്മൾ അക്കാഡമിക ഡിഗ്രികൾക്ക് ഊന്നൽ കൊടുത്തു. അപ്പൊ ഞാൻ ഒരു പരിധിവരെ ഈ റെഗുലേഷനെ പിന്തുണയ്ക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, ഈ നേരത്തെ ശശികുമാർ സാറ് പറഞ്ഞതിന്റെ ഒരു അപ്രികൻഷൻ ഞാൻ ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ്, അതല്ലെങ്കിൽ ചാൻസലർ, അത്തരം ആളുകൾ, ഈ സെർച്ച് കമ്മിറ്റി ഈ പറഞ്ഞ മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മികവിനോടൊപ്പം അവരുടെ അക്കാഡമിക് ട്രാക്ക് റെക്കോർഡ് കൂടെ പരിശോധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻസിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി വരുന്ന ആളിന് അല്ലെങ്കിൽ പ്രൊമോഷന് നേരത്തെ UGC അപ്രൂവ്ഡ് ജേണൽ എന്നൊരു പ്രൊവിഷൻ വന്നു, പിന്നീട് കെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞു. അതൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ട, അതൊരുപാട് കൊമേഴ്സ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതിൽ നിന്ന് മാറി വീണ്ടും പിയർ റിവ്യൂഡ് ആയി ആർട്ടിക്കിളായി, കുറച്ചുകൂടി ആ തരത്തിൽ വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തെന്ന് പറയാം. പക്ഷെ ഒരു പരിധിവരെ ഈ റെഗുലേഷൻസിൽ നമ്മളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ ചില അഡീഷൻസ് വരുത്തുന്നുണ്ട്, കുറച്ചുകൂടെ ഒരു ഓപ്പൺനെസ് വരുന്നുണ്ട്. അപ്പം സർവകലാശാലകളിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായ വായു കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. വളരെ ഒരു അക്കാഡമിക് എന്നുള്ള ഒരു വരട്ട് അക്കാഡമിക് സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഡെവലപ്മെന്റും നോളജിന്റെ വിവിധ വശങ്ങളും, അതായത് ഔദ്യോഗിക പഠനത്തോടൊപ്പം അനൌദ്യോഗികമായി നടക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആയുർവേദം ഉൾപ്പെടെയുള്ള പല ശാസ്ത്ര മേഖലകളിൽ, കലാ സാഹിത്യം ഒക്കെ തന്നെ അക്കാഡമിക രംഗത്ത് നിൽക്കുന്നവരെക്കാൾ ഉപരി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ സേവനം വരുന്നത്, ഇപ്പൊ IIT അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവരുടെ മികവിനെ കൂടെ സർവകലാശാലകൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ കേരളത്തില് ശ്രീ ബിജുകുമാർ റെപ്രസെന്റ് ചെയ്യുന്ന അധ്യാപക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണെന്ന്. പക്ഷെ അദ്ദേഹം ഈ പൊതുവായി പറഞ്ഞതല്ലാതെ ഈ റെഗുലേഷൻസിൽ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് പ്രശ്നം, നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവന പൂർണ്ണമായിട്ടും ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയല്ല. ഇതിൽ ഒരു തരത്തിലും ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ള ഒരു ടച്ച് ചെയ്യുന്ന ഒന്നും പറയുന്നത്, ചാൻസലർ എന്നേ പറയുന്നു, ഗവർണർ എന്നുള്ള പേര് പോലും പോയി.